ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വീട്ടിലോട്ട് പോവുകയാണ്. രാവിലെ വരാൻ പറഞ്ഞ് വിളിച്ചിരുന്നു, അപ്പോൾ പറ്റിയില്ല. അപ്പം ഞാൻ ഇപ്പോൾ പോകാമെന്ന് കരുതി. വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഗൈസ്. സോ ഗൈസ്, നമ്മൾ അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടേക്ക് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. ഓളവിടെ ഉണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അധികം വോയിസ് ഓവറൊന്നും കൊടുക്കുന്നില്ല. നമുക്ക് അവിടെയുള്ള വർത്തമാനങ്ങളും കാര്യങ്ങളും തന്നെ കേൾക്കാട്ടോ. അതാണ് ഇന്നത്തെ വീഡിയോയിൽ അത്രയും നല്ലതായിട്ട് തോന്നുന്നത്. അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് എല്ലാവരും കൂടി കുറച്ച് നേരമൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞു. എന്താ പറയുക, കുഞ്ഞനാണല്ലോ താരം. അപ്പോൾ അവനവിടെ റോക്കാവുന്നുണ്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. ഈ ഇങ്ങോട്ട് പോയിക്കടാ. ഇതിവിടെ ഡാൻസ് ഡാൻസ് കളിക്ക്. ഡാൻസ് കളിക്കടാ. സോ ഗൈസ്, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലിരിക്കാൻ പാടില്ല. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങണം. അപ്പോൾ ഞാനിന്ന് വീട്ടിൻ്റെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. കുറേ ദിവസമായിട്ട് മാങ്ങ ഗൈസ്, മാങ്ങ. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ മാംഗോസ് ഇവിടെയുണ്ട്. അമ്മോ ഗൈസ്, അപ്പോൾ നമ്മളുടെ എന്താ പറയുക, പറമ്പിക്ക് ഇറങ്ങിയിരിക്കണം. പിന്നെ അവിടെ തിരിച്ചിറങ്ങിയിട്ട് ഗൈസ്, നല്ല പേര്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിലേക്ക് വന്നപ്പോൾ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് കരുതിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഇവിടെ ആകെ വെളിച്ചം വെച്ച പോലെ ഉണ്ടല്ലോ. ഇവിടെ പോയി വാഴ ഉണ്ടായിരുന്നു. നമ്മൾ വാഴ കൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി വെച്ചാൽ അത് വെട്ടി കാണിക്കുന്നു. ആ ഭാഗത്ത് എന്താ വെളിച്ചം വെച്ച പോലെ എന്തോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ട് എനിക്ക് സംഭവം കാണിച്ചു തരാം. നല്ല ഭംഗിയിൽ നിൽക്കാൻ തരാം. കണ്ടു ഗൈസ്, അതിൻ്റെ യെല്ലോ കളറാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടെ പോയിട്ട് നിൽക്കുന്ന റോസാ പുഷ്പം. ഗൈസ്, ഇവർ വിളിച്ചിട്ട് വേണില്ല, ഒന്ന് വേഗം വായോ. എന്ത് പാടി അവളുടെ വരുമ്പോൾ ഇത് കൂടെ പോകാന്നാ. നമ്മളുടെ ഇവിടെ എന്താ പറയുക, ഇറങ്ങി നടക്കാനൊക്കെ കുറച്ചധികം സ്ഥലമാണ്. നമുക്ക് ഇറങ്ങിയാണ്ട് നടക്കുന്നത് കേട്ടോ. കണ്ടു ഗൈസ്, ഈ ഇളനീരിൻ്റെ മുകളിൽ തോട്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇളനീരിട്ടിട്ട് ഇവർ കുടിക്കാറുണ്ട്. നമുക്കങ്ങനെ ഇളനീരിടാൻ തെങ്ങില്ലാത്തത് കാരണം നമ്മൾ കുടിക്കാറില്ല. പൈസ കൊടുത്ത് മേടിച്ച് കുടിക്കണം. വായോ, വരൂ മൈ ബംഗാളീസ്, കമോൺ. കുളത്തിനെ കാണണ്ടേ, എനിക്ക് കുളത്തിൻ്റെ അവസ്ഥ കാണണ്ടേ. കുളത്തിൻ്റെ അവസ്ഥ അവിടെ കൊടുക്കുക. അങ്ങനെ രണ്ട് സൈഡിലായിരിക്കും. സോ ഗൈസ്, ഇവരാണ് ഞാൻ പണിക്കെടുത്തിട്ടുള്ള പുതിയ 2 ബംഗാളികൾ. അപ്പോൾ നമുക്ക് കുളത്തിൻ്റെ അവസ്ഥ കാണണ്ടേ. മനസ്സിലാവും. കുളം കുറച്ചൊന്നും പറ്റിയിട്ടുണ്ട്, എന്നാലും ഇതൊരു പറ്റാത്ത കുളമാണ്. പൂവുണ്ടായിരിക്കുന്ന ചെടികളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഞാൻ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ചെടി ഇവിടെ കുറേ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ പറിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും പാടത്തേക്കില്ല, നമുക്ക് വീട്ടിൽ കൊണ്ട് പോയിട്ടില്ല. ഒരു രാജകീയമായ അനുഭൂതി ആയിരിക്കും. ഇതിൻ്റെ പണിയൊക്കെ പറ്റിയിട്ടില്ല. ഇതിൻ്റെ വേറെ കളഞ്ഞിട്ടുണ്ട്. ആരും കളിക്കണം. കാര്യം അതിൻ്റെ നമ്മുടെ ഫ്രണ്ട് ഉണ്ട്.
സോ ഗൈസ് വേറൊരു കളർ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശരിക്കാതെ കറക്റ്റായിട്ട് എടുത്തിട്ടാ. അങ്ങനെ നമുക്ക് 3 കളേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനത്തെ ശരിക്കണ്ട കണ്ടു ആണോ? ഞാൻ ഇരിക്കാം. അതൊരു ബന്ധൂല കൈസ് കണ്ണമ്മ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അമ്മച്ചൻ പറയാൻ പൊട്ടിക്കരുത്തുന്നു. കയറിയത് നടന്നോടി എന്റെ കാലൊന്നും പറയാനെന്ത് എളുപ്പമാണ്. ഇത് മോഗ്ലി ഞാൻ ഇങ്ങോട്ടല്ലേ ഇങ്ങോട്ട് വീഴും. ഇത് റിസ്ക് ഞാൻ ഇതാക്കി തരാം. മാറാണ്ട് ആദ്യം വീഴും മോളെ. അതിന്റെ കളിക്കാറിയാത്ത അറിയിച്ചിട്ടാ. ഓക്കെ അങ്ങനെയാണപ്പോ ഞാൻ എടുക്കാൻ നിൽക്കേണ്ടി വരുമല്ലോ. കൊണ്ടിരിക്കട്ടോ. ഈ ചിത്രകൂർക്കം ഉണ്ടായാലോ കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്. ചിലപ്പോ ഉണ്ടായിക്കുമ്പോ ഭംഗി ഉണ്ടാവും അല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ കാര്യമായിട്ട് ചെടികളൊന്നും കിട്ടിയില്ല. കാരണം ഞങ്ങള് പോയി മണ്ണ് കറുപ്പിക്കണ്ട. ഇല്ല കാശ് വന്നില്ലല്ലോ. ആദ്യം இந்த பொண்ணுதான் அந்த பொண்ணு. കാശ് ഇതിന്റെ ആദ്യത്തിലൊന്നും ഇല്ലല്ലോ. ലാസ്റ്റല്ല ഇവരിതാവർ. ഗൈസ് ഇതാണ് നമ്മളെ കാണാതെ പോയൊരു സാധനം. ബാക്കിലല്ലേ നമ്മള് അച്ഛമ്മയുടെ അടുത്തേക്ക് പോവാണ്. അയ്യോ നായ വരുന്നു ദൈവമേ. എടി അതിനെ നാട്ടിക്ക. എന്തൊരു കഷ്ടാണ് ഈ നായനെ കൊണ്ട്. വാട കാശിയോ വാ വാ വാടാ. എന്താ കളറ്. അപ്പൊ നമ്മള് നമ്മളെങ്ങടാ കല്യാണത്തിന് ആ കളറൊക്കെ പുറത്താക്കിയില്ലേ? കരാട്ടയ്ക്കോ? അമ്മ ഗൈസ് നമ്മള് തറവാട്ടിൽ പോയി സർപ്രൈസ് കൊടുക്കുകയാണ്. ചിന്നോ കുഞ്ഞാ ഇതിനെ ഒന്ന് കാണണം എന്നല്ല ഇങ്ങനെ വിചാരിച്ചിട്ടുള്ളൂ. ഇതുവരെ നന്ദില്ല എത്ര പ്രാവശ്യം ഡാൻസിന്. തെറ്റിയിട്ടൊന്നുമില്ല. മുത്തച്ഛയുടെ കുട്ടിയാണ്. കഥ പറഞ്ഞു കൊടുക്കടാ. കഥ പൂരത്തിന് പോയാ ചോദിച്ചോക്ക് മുത്തശ്ശിയോട്. പൂരത്തിന് പോയാ ചോദിച്ചോക്ക്. ബിസിനസ് ചെയ്യണം.
ഒന്നുമില്ലല്ലോ. ഞാൻ വീടൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഞാൻ ഒരു ദിവസം ഹോം ടൂറിന് വരുന്നുണ്ട്. ഹോം ടൂർ ഞങ്ങളുടെ തറവാടിന്റെ ഹോം ടൂർ എടുക്കാൻ അപ്പൊ റെഡി ആക്കിയിട്ട് അച്ഛൻ്റെ ഫോട്ടോ എന്തേ. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ആയിരുന്നു. തറവാട്ടിലൊക്കെ പോയി, വീട്ടിൽ പോയി, അതുപോലെ തന്നെ വൈകുന്നേരം ഫുഡൊക്കെ കഴിച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, ആഫ്റ്റർനൂൺ സെക്ഷൻ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ബൈ, സീ യു.